ദൈവം നമുക്ക് മക്കളെ തരുന്ന എന്തിനാണ്? സ്തോത്രം, നമ്മുടെ വസ്തുവകകൾ സംരക്ഷിക്കാനാണോ? സ്തോത്രം, നമ്മുടെ അവകാശത്തെ നിലനിർത്താനാണോ? സ്തോത്രം, നമ്മുടെ ജനറേഷനെ നിലനിർത്താനാണോ? എന്താണ് നമ്മുടെ മനോഭാവം? സ്തോത്രം, അങ്ങനെയായിരിക്കും ഒരുപക്ഷെ നാട്ടു നടപ്പ്. പക്ഷേ ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തത് സ്വത്ത് സംരക്ഷിക്കാൻ ഒരു തലമുറയ്ക്കല്ല, നിന്റെ സന്തതിയെ കൊണ്ട് ദൈവമായ കർത്താവിന് ഈ ലോകത്തോട് ഇടപെടാനുണ്ട്. സ്തോത്രം, നിന്റെ തലമുറയെ കൊണ്ട് ദൈവത്തിന് ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം വേണമെങ്കിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഈ കാര്യം ശ്രദ്ധിച്ചോ. നിന്റെ തലമുറയെ ആരുമാക്കുന്നതിൽ ദൈവത്തിന് വിരോധമില്ല. പക്ഷെ ദൈവത്തിന്റെ കാഴ്ചപ്പാട് നിന്റെ തലമുറ നിന്നേക്കാൾ ദൈവത്തിന് പ്രയോജനപ്പെടണം. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിൽ എത്ര പേര് പ്രാർത്ഥിക്കും? നിന്റെ വീട് പണിയാനോ, നിന്റെ സ്വത്ത് സംരക്ഷിക്കാനോ, നിന്റെ വീടിന്റെ മോളിലെടുത്ത് നിലപണിയാനോ ഇതിനൊന്നിനുമല്ല. ഇതൊക്കെ ഒരുപക്ഷെ കൂടെ ദൈവം ചെയ്തു തന്നേക്കാം, നിന്റെ മക്കളെ അനുഗ്രഹിച്ചേക്കാം. പക്ഷേ നിന്റെ മനോഭാവം എലയാസറിന് സ്വത്ത് പോകരുത്. സ്തോത്രം, പെങ്ങടെ മക്കള് സ്വത്ത് കൊണ്ടുപോകരുത്. എനിക്കൊരു കൊച്ചിന് വേണമെന്നും പറഞ്ഞുകൊണ്ടായിരിക്കരുത് ദത്തെടുക്കുന്നത്. പിന്നെ എന്തിനായിരിക്കണം? എന്റെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്താൻ കർത്താവ് വരാൻ താമസിച്ചാൽ, ഞാൻ കഴിഞ്ഞാൽ ഈ ദേശത്ത് ദൈവത്തിന്റെ സുവിശേഷ വെളിച്ചമാകാൻ, ഈ നാടിന്റെ ഇരുട്ട് മാറ്റാൻ, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ പങ്കാളിയാകാൻ, ദൈവനാമത്തെ ഉയർത്താൻ എനിക്കൊരു തലമുറയെ വേണമെന്ന് പറഞ്ഞാൽ അവരെ മാനിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ.